നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുമ്പോൾ 5 ലെവൽ സുരക്ഷയാണ് പുടിന് ഒരുക്കിയിരിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ സന്ദർശനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ അസാധാരണമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഇന്ത്യൻ ഏജൻസികളും റഷ്യൻ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് അതായത് FSOയും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ സുരക്ഷാ സംവിധാനം വിപുലമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാനും ഭീഷണികൾ ഇല്ലാതെയാക്കാനും 5 സുരക്ഷാ വലയങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പുടിന് ഏറ്റവും ചുറ്റുമുള്ള ഏറ്റവും അടുത്ത സുരക്ഷാ വലയത്തിൽ റഷ്യയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. പുടിനൊപ്പം യാത്ര ചെയ്യുന്ന FSO ഏജന്റുമാരും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രസിഡന്റിന്റെ വാഹനത്തിനും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലായ ITC മൗര്യയ്ക്ക് ചുറ്റും ഇവരുടെ സാന്നിധ്യം ഉണ്ടാകും. ഹോട്ടൽ ദിവസങ്ങൾക്ക് മുൻപേ സുരക്ഷിതമാക്കി കഴിഞ്ഞു. മൂന്നാമത്തെ സുരക്ഷാ വലയം ഇന്ത്യയുടെ അതിവിദഗ്ധരായ പ്രത്യേക സേനാ വിഭാഗങ്ങളും ഭീകരവാദ വിരുദ്ധ യൂണിറ്റുകളുമാണ് കൈകാര്യം ചെയ്യുന്നത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG എന്നിവയിലെ അംഗങ്ങളും ഉൾപ്പെടുന്നു. ഇവരുടെ സാന്നിധ്യം പ്രധാന വേദികളിലും സഞ്ചാര വഴികളിലും വേഗത്തിലുള്ള പ്രതികരണത്തിനും നിരീക്ഷണത്തിനും സഹായകരമാകും. പ്രധാന സ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ സ്നൈപ്പർമാരെ വിന്യസിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന വഴികളിലെ സുരക്ഷയാണ് 4ാമത്തെ വലയം ഉറപ്പാക്കുന്നത്. ഡൽഹി പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലുകളിലേക്കും ഉച്ചകോടി നടക്കുന്ന സ്ഥലങ്ങളിലേക്കുമുള്ള വഴികൾ പൂർണ്ണമായി സുരക്ഷിതമാക്കും. പുടിന്റെ യാത്രാ വഴികളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രാവേളയിൽ ഈ വഴികൾ പൂർണ്ണമായും സുരക്ഷിതമാക്കും. ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യയും റഡാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ മേഖലകളിൽ നോ ഫ്ലൈ സോണുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അട്ടിമറി പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. ഡൽഹി നഗരം മുഴുവൻ നിരീക്ഷിക്കുന്നതും വിവരങ്ങൾ ശേഖരിക്കുന്നതും 5ാമത്തെയും ഏറ്റവും പുറത്തുള്ളതുമായ സുരക്ഷാ വലയമാണ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങൾക്ക് സമീപത്തും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെയും സാധാരണ വേഷത്തിലുള്ള പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റഷ്യൻ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് പ്രതിഷേധങ്ങൾ, അനധികൃത സമ്മേളനങ്ങൾ, സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം മുൻകൂട്ടി കണ്ടെത്താനും ഇല്ലാതെയാക്കാനും ഇവർക്ക് കഴിയും. ഡിജിറ്റൽ ആശയവിനിമയങ്ങൾ നിരീക്ഷിക്കാനും സന്ദർശനത്തെ തടസ്സപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ തടയാനും സൈബർ സുരക്ഷാ വിദഗ്ധരും രംഗത്തുണ്ട്. ഈ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പുടിന്റെ സന്ദർശനത്തിന്റെ രാഷ്ട്രീയവും സുരക്ഷാപരവുമായ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പ്രതിരോധ തന്ത്രപരമായ പ്രധാന കരാറുകൾക്ക് ഈ സന്ദർശനം വഴിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തുകയാണ്. ഇന്ത്യൻ റഷ്യൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ ദിശാബോധം നൽകാനും ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തുവാനും ഗുണം ചെയ്യുന്ന പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വരവിന് പഴുതടച്ച് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് രാജ്യതലസ്ഥാനത്ത്. ഇതോടൊപ്പം സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാവുകയാണ് പുടിനൊപ്പം ഇന്ത്യയിലെത്തുന്ന അദ്ദേഹത്തിന്റെ അതീവ സുരക്ഷാ സംവിധാനമുള്ള ORS സെനറ്റ് എന്ന ആഡംബര കാർ. യുദ്ധകാലത്തെ പുടിന്റെ ഇന്ത്യൻ സന്ദർശനം സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവും. അതിനോടൊപ്പം ഇന്ത്യയിലെത്തുന്ന പുടിൻ സഞ്ചരിക്കുന്നത് റഷ്യയിൽ നിന്നും വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കുന്ന ലിമോസിൻ കാറിലാണ് എന്നതും ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യൻ റഷ്യൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തന്റെ ഔദ്യോഗിക വാഹനമായ ORS സെനറ്റ് അഥവാ ലിമോസിൻ കാറിലായിരിക്കും എത്തുക. ട്രംപിന്റെ ഔദ്യോഗിക വാഹനം ബീസ്റ്റിനൊപ്പം തലപ്പൊക്കമുള്ളതാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുടിന്റെ ആഡംബര കാർ. റോൾസ് റോയ്സുമായി സാമ്യമുള്ള ഈ വാഹനത്തിന് പരമാവധി വേഗത മണിക്കൂറിൽ 250 കിലോമീറ്റർ ആണ്. റഷ്യ സ്വന്തമായി വികസിപ്പിച്ച പ്രസിഡൻഷ്യൽ കാർ വേണമെന്ന് പുടിൻ നിർദ്ദേശിച്ചതിന് തുടർന്ന് 2013 ആരംഭിച്ച റഷ്യയുടെ കോർട്ടേജ് പ്രൊട്ടക്ടിന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത ഒരു കവചിത ആഡംബര ലിമോസിൻ ആണ് ORS സെനറ്റ്. വെടിയുണ്ടകൾ, ഗ്രനേഡുകൾ, കനത്ത സ്ഫോടനങ്ങൾ എന്നിവയെ പോലും നേരിടാൻ കഴിയുന്ന തരത്തിൽ ഇതിന്റെ ബോഡി വളരെ ശക്തമായ ബുള്ളറ്റ് പ്രൂഫ് സംവിധാനമുള്ളതാണ്. ദൃഢതയേറിയ ഗ്ലാസുകൾ, പഞ്ചറായാലും നിശ്ചിത ദൂരം സഞ്ചരിക്കാം. വാഹനത്തിനുള്ളിൽ ഓക്സിജൻ സപ്ലൈ, ഈ മസാജ് സംവിധാനം, ഓട്ടോമാറ്റിക് അഗ്നിശമന സംവിധാനം, അടിയന്തര ആശയവിനിമയ സംവിധാനം ഉൾപ്പെടെ വിവിധ തരത്തിൽ ക്രമീകരിക്കാവുന്ന സീറ്റുകൾ എന്നീ സംവിധാനങ്ങൾക്കൊപ്പം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് റഷ്യൻ സ്വർണം എന്നറിയപ്പെടുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആഡംബര കാർ.
6700 നീളം വരുന്ന 6.6 ലിറ്റർ V12 എഞ്ചിനിൽ 2.5 കോടി രൂപ വില വരുന്ന വാഹനം നിർമ്മിച്ചിരിക്കുന്നത് റഷ്യൻ നിർമ്മാതാക്കളായ ഓറസ് മോട്ടോഴ്സ് ആണ്. സുരക്ഷയിൽ ട്രംപിന്റെ ബീച്ചിനോട് തോടോട് തോട് ചേർന്ന് നിൽക്കുന്ന റഷ്യൻ നിർമ്മിത വാഹനത്തിലാണ് ഈ ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലേക്ക് പുടിനൊപ്പം മോദിയും എത്തിയത്. എന്തായാലും വലിയ ആഡംബരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. ഇന്ത്യയിലേക്ക് പുടിൻ എത്തുമ്പോൾ ലോക ശ്രദ്ധ ഇന്ത്യയിലേക്ക് എത്തുകയാണ്.